എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പുഡിംഗ് ആണ്. ഈ ഒരു പെരുന്നാൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സൽക്കാരങ്ങളൊക്കെ ഒരു വെറൈറ്റി രുചിയിൽ നമുക്കൊരു പുഡിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പം നമുക്കതൊന്ന് കണ്ടു നോക്കാം. കൂടാതെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമുക്കിതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലെ വലിയ 3 മാമ്പഴമാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള 3 മാമ്പഴം എടുക്കണം. ഏകദേശം ഒരു 900 ഗ്രാമോളം ഉണ്ട് കേട്ടോ ഈ ഒരു മാമ്പഴം. 2 മാമ്പഴം എടുത്ത് ഒരുമിച്ച് കട്ട് ചെയ്തൊന്ന് മാറ്റി വെക്കുക. ഒരു മാമ്പഴം അല്ലാതെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു മാമ്പഴം മാത്രം ഉള്ളത് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ നല്ല പോലെ തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കുക. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനിയും ഈ ഒരു 2 മാമ്പഴം ഉള്ളതില്ലേ, അത് നമ്മൾ ഇതുപോലെ മിക്സിയുടെ ഒരു ജാറിലേക്ക് മാറ്റി കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് 1/2 കപ്പ് അളവിൽ പാൽ ഇതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ കട്ടകളില്ലാതെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊന്ന് കുറുക്കിയിട്ടെടുക്കണം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയിട്ടെടുക്കണം. 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് കുറുക്കി കിട്ടും കേട്ടോ. കുറച്ചളവിലല്ലേ ഉള്ളൂ. ഇതുണ്ടല്ലോ, ഇതുപോലെ ഞാനൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട്. ഇതിന്റെ ഒരു ചൂട് നന്നായി പോയതിനു ശേഷം അതും കൂടി ഞാൻ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ തിളപ്പിച്ചാറിയ പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ഒരു മാങ്ങയുടെയൊക്കെ മധുരം അനുസരിച്ച് ചിലപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിന്റെ ഒരു അളവ് കൂടിയോ കുറഞ്ഞെന്നൊക്കെ വന്നെന്നിരിക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നോക്കുക. എന്നിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതാണെങ്കിൽ ഇതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറായിട്ട് നമുക്കിത് കിട്ടും. ഇത് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നതിന് മുമ്പായിട്ട് അതിന്റെ ഒരു മധുരം നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് വീണ്ടും മധുരം വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചിട്ടെടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു മാങ്ങ മാത്രം അരച്ചെടുത്ത് വെച്ചിട്ടില്ലേ, ആ ഒരു മിക്സ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 200 ml ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ 200 ml ഫ്രഷ് ക്രീം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ക്രീമും ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഫ്രഷ് ക്രീമിൽ മധുരമില്ലല്ലോ, അപ്പം നമ്മൾ ഇതിലേക്ക് എത്രത്തോളം നമുക്ക് മധുരം വേണോ അതിനനുസരിച്ച് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു കറക്റ്റ് ഒരു പാകത്തിനുള്ള ഒരു മധുരമായിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതുപോലെ ബ്രെഡാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുക. ബ്രെഡിന്റെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പുഡിംഗ് ട്രേ അനുസരിച്ചാണ് കേട്ടോ. ഇതുപോലെ ഓരോ ബ്രെഡും എടുത്തിട്ട് അതിന്റെ സൈഡ്, ആ ഒരു മുറിഞ്ഞിട്ടുള്ള സൈഡെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി നമ്മൾ ഒരു പുഡിംഗ് ട്രേ എടുക്കുക. ഈ ഒരു മാങ്ങയുടെയും കസ്റ്റാർഡിന്റെ ഒക്കെ ഒരു മിക്സ് ഇല്ലേ, ആദ്യം ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിന്റെ മുകളിലേക്ക് നമുക്കൊരു ബ്രെഡ് എല്ലാം ഒന്ന് നിരത്തി കൊടുക്കാം. ബ്രെഡ് നിരത്തി കൊടുത്തതിന് ശേഷം വീണ്ടും ഈ ഒരു മാങ്ങയുടെ ഒരു കസ്റ്റാർഡിന്റെ ഒരു മിക്സ് ഇല്ലേ, അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ ഒരു ബ്രെഡൊക്കെ നന്നായിട്ട് കുതിരുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ ഒരു ക്രീമുമായിട്ടുള്ള ഒരു മാങ്ങയുടെ ഒരു മിക്സ് ഇല്ലേ, അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ആ ഒരു ബ്രെഡ് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ആ ഒരു മാമ്പഴവും കസ്റ്റാർഡും ആയിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ശേഷം ആ ഒരു ക്രീമുമായിട്ടുള്ള മിക്സ് കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്യുക. ആ ഒരു മാമ്പഴവും കസ്റ്റാർഡിന്റെ ഒരു മിക്സ് ഞാൻ കുറച്ചൊന്ന് എടുത്ത് മാറ്റി വെച്ചിരുന്നു. അത് ഇതുപോലെ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കി ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ കൊടുത്താൽ മതി, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബദാമും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് നമുക്ക് നല്ല പോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടെടുക്കണം. ഇപ്പം നാളെ പെരുന്നാളിനൊക്കെ വേണ്ടിയിട്ട് റെഡിയാക്കാനാണെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുക കേട്ടോ. അതായത് ഇന്ന് തന്നെ നമ്മളിത് റെഡിയാക്കിയിട്ട് വെക്കുക. അപ്പോഴാണ് ഈ ഒരു പുഡിങ് നന്നായിട്ട് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ആ ഒരു ബ്രെഡൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് കിട്ടണം കേട്ടോ. അപ്പോൾ എന്നത്തേക്കാണ് നമുക്ക് ഈ ഒരു പുഡിങ് വേണ്ടത്. അപ്പോൾ തലേന്ന് ഉണ്ടാക്കി നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരിക്കും.
അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് ആണ് കേട്ടോ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇതാണ്ട് ഇതുപോലെ ഒരു ഓവർനൈറ്റ് വെച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു പുഡിങ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അറേബ്യൻ മാംഗോ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു കസ്റ്റാർഡ് ഒരു അറേബ്യൻ പുഡിങ് ചെയ്തിട്ടുള്ളതാണ്. അത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് നമ്മൾ മാമ്പഴം വെച്ചിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു അറേബ്യൻ മാംഗോ പുഡിംഗ് ആണ്. ഇതുപോലെ നിങ്ങൾ പുഡിംഗ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.